ഹലോ, ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിസൈൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് പേഴ്സണലി ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ച് അയച്ചിരുന്നതായിരുന്നു. ഞാൻ അതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നതാണ്. സോ കണ്ടിട്ട് വായോ. ഈ ഒരു ഫ്രോക്ക് 5 to 6 ഇയർ ഓൾഡ് കിഡ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ 10.5 അപ്പോൾ അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുക. പിന്നെ 1/2 ഇഞ്ച് ലൂസും കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ ആം ഹോൾ ലൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് താഴെ നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 എടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ സിപ്പൊന്നും കൊടുക്കുന്നില്ല, തലവഴിയാണ് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലൂസ് ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വരെ നമുക്ക് ലൂസ് ഇടാം. പിന്നീട് ഫ്രോക്കിന് സൈഡിൽ ഒരു കെട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഞാൻ സിബല്ല കൊടുക്കുന്നത്, തലവഴിയാണ്. അതുകൊണ്ട് 1/2 ഇഞ്ചെങ്കിലും നമ്മൾ ലൂസ് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1/4 ഇഞ്ച് ഇട്ടുള്ളായിരുന്നു, പക്ഷേ 1/2 ഇഞ്ച് ലൂസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 24 ഇപ്പം 24ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ്. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൂസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം. പ്ലസ് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. നമ്മുടെ ആം ഹോൾ ലൈനിൽ ഞാൻ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉള്ളിലോട്ട് ഒരു 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പോയിന്റ് കണക്ട് ചെയ്ത് നമ്മൾ ആം റൗണ്ട് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ആ ആം റൗണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ആം റൗണ്ടിൻ്റെ നേർ പകുതി അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ചെസ്റ്റ് ലൈനിന് താഴത്തോട്ട് ഞാനൊരു 1/2 ഇഞ്ച് താത്തി വരയ്ക്കുന്നുള്ളൂ. നമ്മൾ യോക്കിന് ലെങ്ത് ഒത്തിരി കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാറ്റേൺ ആയിട്ട് വരുന്നത്. അവിടെ തന്നെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലൈനിന് താഴെ നമ്മൾ അതായത് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് കൊടുക്കണം അല്ലേ. അപ്പോൾ അത് ഞാൻ 1 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് കൊടുക്കാം, 1/2 ഇഞ്ച് കൊടുക്കാം, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഇത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അതേപോലെ തന്നെ സൈഡിൽ കൊടുക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പാണ്. ഇനി നമ്മൾ കഴുത്താണ്. ഇതൊരു കോളർ ടൈപ്പ് വരുന്നത് കൊണ്ട് തന്നെ പീറ്റർ പാൻ കോളർ ആണല്ലോ. അപ്പോൾ കഴുത്തെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ് ആ ഭാഗത്തെ അകലമാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ 2 ഇഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാനൊരു 1/4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് എത്രയാണോ നമുക്ക് കഴുത്തിൻ്റെ അകലം വേണ്ടത് അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ അകലം മാർക്ക് ചെയ്യേണ്ടത്. കഴുത്തിറക്കം എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 1/4 ഇഞ്ച് കൂട്ടിയാണ് കഴുത്തിറക്കവും മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആം ഹോൾ ലൈനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പാണ്, പിന്നെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് പാറ്റേൺ വെച്ചാണ് നമ്മൾ ഫ്രണ്ട് പാറ്റേൺ ഇനി ട്രേസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിൽ സിബാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം ബാക്കിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ടിൽ ഓപ്പണിംഗ് വരുന്നത് കൊണ്ട് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ ലൈനിലായിരിക്കണം നമ്മുടെ ബാക്ക് പാറ്റേൺ വെച്ചിട്ട് ട്രേസ് ചെയ്യേണ്ടത്. ട്രേസ് ചെയ്യാൻ നേരത്ത് കഴുത്ത് നമ്മൾ ട്രേസ് ചെയ്യേണ്ട, ബാക്കി എല്ലാ പോർഷൻസും നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻസ് ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. സൈഡ് അടിക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ഫ്രണ്ടിൽ നമ്മൾ കഴുത്തിറക്കം എന്ന് പറയുന്നത് ശരിക്കും 2 ഇഞ്ചാണ്. അതായത് നമ്മുടെ തൊണ്ടക്കുഴി ഷോൾഡറിൽ നിന്ന് എവിടം വരെ ഉണ്ടോ ആ അകലം ലെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടി വേണം മാർക്ക് ചെയ്യാൻ, എങ്കിലേ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കഴുത്ത് അതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാറ്റേണിൽ നമുക്കിനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആം റൗണ്ട് ആണ്. ആം റൗണ്ട് നമ്മളൊരു 1/2 ഇഞ്ച് കുഴിച്ച് വരയ്ക്കണം. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷോൾഡർ അടിക്കാനായിട്ടുള്ള 1/2 ഇഞ്ചും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ മാർക്ക് ചെയ്യുന്നത് നമ്മൾ 1 ഇഞ്ച് താഴെ സ്കേർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് കൊടുക്കുമല്ലോ, അതാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് പാറ്റേണും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് വരുന്നത്. ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് വെച്ച് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫാബ്രിക് ഇവിടെ എടുത്തിരിക്കുന്നത് റോസ് സിൽക്കാണ്. മെയിൻ ഫാബ്രിക്കായിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ലൈനിങ് ഞാൻ ക്രേപ്പും കോട്ടനുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ക്രേപ്പ് ഫാബ്രിക്കിലാണ് ഇതേപോലെ പാറ്റേൺസ് ട്രേസ് ചെയ്യുന്നത്.
നമ്മൾ മെയിൻ ഫാബ്രിക് പ്രത്യേകിച്ച് ഇതേപോലെ ഭയങ്കര ഷിമ്മറി ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ ട്രേസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ലൈനിങ്ങിൽ ആദ്യം ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ബാക്ക് പാറ്റേണും ഫ്രണ്ട് പാറ്റേണും ലൈനിങ്ങിലാണ് ഇതേപോലെ ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. തുണി രണ്ടായിട്ടും മടക്കിയിട്ടിട്ടാണ് ഞാൻ ട്രേസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ക്രേപ്പിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിന് പുറത്തുകൂടി വെച്ച് എഡ്ജ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും രണ്ടും ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഫ്രണ്ട് പാറ്റേണിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഫ്രണ്ട് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പീറ്റർ പാൻ കോളർ ഷേപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഞാൻ 1 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ 1 ഇഞ്ചിൽ നമുക്ക് പടി വരുന്നതാണ്. അപ്പോൾ ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷമായിരിക്കും കോളർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫ്രഷ് പീസ് പാറ്റേൺ എടുക്കുക. അതിന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ഫോൾഡ് വരുന്ന ഭാഗത്തോട്ട് നമ്മുടെ പാറ്റേൺ ഷീറ്റിൻ്റെ ഫോൾഡ് വരുന്ന ഭാഗം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ കഴുത്ത് മുഴുവൻ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ ഒരു പോയിന്റും ട്രേസ് ചെയ്യുക. അതിന് താഴത്തോട്ട് ഇതേപോലെ ട്രേസ് ചെയ്യുക. 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഓൾറെഡി ഒരു മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് എടുക്കത്തില്ല കേട്ടോ. ഇനി കോളറിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അപ്പം വീതിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ എങ്ങനെയാണ് വീതി എടുത്തതെന്ന് വെച്ചാൽ, നമ്മുടെ ടോപ്പ് രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ആ ഒരു ഷോൾഡറിൻ്റെ വീതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പം എനിക്കത് മെഷർ ചെയ്തപ്പോഴത്തേക്കും 3.25 ഇഞ്ചാണ് കിട്ടിയത്. അതിൽ 1/4 ഇഞ്ച് എന്ന് പറയുന്നത് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പാണ്, പിന്നെ ഒരു 1/2 ഇഞ്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുമാണ്. അപ്പോൾ ആ ഒരു 3/4 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 3 ഇഞ്ച് വീതിയാണ്. അങ്ങനെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ കോളറിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പം ഞാൻ ഇച്ചിരിയും കൂടെ വീതി കൂട്ടുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് 4 ഇഞ്ചും ബാക്കിലോട്ട് 3 ഇഞ്ചായിട്ട് കുറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ചരിഞ്ഞു വരുന്ന ലൈനിൻ്റെ അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിൽ ഞാനൊരു 1.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയെല്ലാം ഒരു 3.1 ഇഞ്ചിൽ ഈക്വൽ ഇൻ്റർവെൽസിൽ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നോർമൽ കോളറല്ല, ഞാനൊരു ഇച്ചിരി ഒന്ന് കേർവ് ചെയ്താണ് ഷേപ്പ് എടുക്കുന്നത്. അപ്പോൾ അത് ഈക്വൽ ഡിസ്റ്റൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസ്റ്റൻസ് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഓരോ പോയിൻറ്റ്സും ഞാൻ ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കേർവ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഓരോ കേർവ്സിലും പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീതിക്ക് ഡിസ്റ്റൻസ് എടുത്തത്. പൈപ്പിംഗ് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വീതി കുറച്ചും എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3/4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പം ഈ മാർക്ക് ചെയ്യുന്നത് 3/4 ഇഞ്ച് തയ്യൽ തുമ്പാണ്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ 3/4 ഇഞ്ച് എന്ന് പറയുന്നത് കഴുത്ത് അറ്റാച്ച് ചെയ്യാനുള്ള 1/4 ഇഞ്ചും പിന്നെ കോളർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും. അങ്ങനെയാണ് ഞാൻ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോളർ പാറ്റേൺ നമ്മളിനി നമ്മുടെ റോസ് സിൽക്ക് ഫാബ്രിക്കിലോട്ട് വെച്ച് ട്രേസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റോസ് സിൽക്ക് ഫാബ്രിക്കിലോട്ട് ഞാൻ ആദ്യം ക്രേപ്പ് പാറ്റേണിലാണ് ഇത് ട്രേസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ ഒരു റോസ് സിൽക്കിൽ വെച്ച് അതിൻ്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗവും ഉള്ളിലും എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് വരുന്ന ഫാബ്രിക് എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു പൈപ്പിംഗ് കൊടുക്കുമെന്ന്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക് നമ്മൾ പൈപ്പിംഗ് കോഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ കോളറിൻ്റെ അറ്റത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം നമ്മുടെ കോളറിൻ്റെ ഉള്ളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു ഫാബ്രിക് ഭയങ്കര തിന്നായതുകൊണ്ട് ഞാൻ നമ്മുടെ ക്രേപ്പുമായിട്ട് സ്റ്റിച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ 2 കോളറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ എഡ്ജിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കേർവ്സ് വരുന്ന ഭാഗത്ത് കുഞ്ഞു നോച്ചസ് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷൻ അവിടെ ഉണ്ടാവത്തില്ല. ഇതിന് അതിൻ്റെ പുറത്തോട്ട് അടുത്ത കോളർ പീസും ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ ഒരു സ്റ്റിച്ച് ലൈൻ ഉണ്ടായിരിക്കും. അതിൻ്റെ പുറത്തൂടി ഒന്നും കൂടെ നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ.
ഇതിപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് കോഡ് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അതല്ല ഇങ്ങനെ പൈപ്പിംഗ് ഒന്നും കൊടുക്കാതെ നമ്മൾ നോർമലായിട്ട് ചെയ്യുവാണെങ്കിൽ ഇത്രയും പാടുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും കുഞ്ഞി കുഞ്ഞി നോച്ചസ് ഇട്ടിട്ട് വേണം തിരിച്ചിടാൻ, എങ്കിലേ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ആ ഒരു കേർവ്സ് വരുന്ന ഭാഗം കണ്ടോ പൈപ്പിങ്ങിൻ്റെ അറ്റത്ത്, അവിടെ ഞാനൊരു എഡ്ജ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നുമില്ല, ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് അവിടെ ഒരു നോച്ച് കൊടുക്കുക. നമ്മുടെ ബോഡിയുടെയും സെൻറ്റർ പാറ്റേണിൽ നോച്ച് കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് വെച്ച് ഇതേപോലെ രണ്ട് വശത്തോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ബോഡിയുടെ നല്ല വശത്തോട്ടാണ് ഈ കോളറിൻ്റെ നല്ല വശം, അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെക്കേണ്ട കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഷോൾഡേഴ്സ് തമ്മിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ലൈനിങ്ങിൻ്റെ ഫ്രണ്ടും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ബോഡിയുടെ ചീത്ത വശത്തോട്ടാണ് ലൈനിങ്ങിൻ്റെ ചീത്ത വശം ഞാനിങ്ങനെ വെച്ചിട്ട് കഴുത്തിൻ്റെ ആ ഭാഗം ഒന്ന് എഡ്ജ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത തയ്യൽ തുമ്പെന്ന് പറയുന്നത് ഉള്ളിലോട്ട് പോകണം, നമുക്ക് പുറമെ വിസിബിൾ ആകാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ പടി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ഇഞ്ച് വീതിയിലെ 2 ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ടോപ്പിൻ്റെ അതേ ലെങ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് തയ്ക്കുന്നത്. തയ്ക്കാൻ നേരത്ത് നല്ല വശം, നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ഒരുമിച്ച് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ടിട്ട് വീണ്ടും 1 ഇഞ്ചിൽ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക, പിന്നെയും ഒരു ഫോൾഡും കൂടെ കൊടുക്കുക, എന്നിട്ട് എഡ്ജ് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നമ്മൾ 2 പടിയും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2ഉം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് ഞാൻ ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്, ഇച്ചിരി പഫൊക്കെ വന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ റോസ് സിൽക്ക് ഫാബ്രിക് എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ നമ്മൾ 4ആയിട്ട് മടക്കുക. ആദ്യം ഒരു വട്ടം സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തു, പിന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബേസിക് സ്ലീവിൻ്റെ പാറ്റേൺ എടുക്കുക. ഞാൻ ബേസിക് ഫുൾ സ്ലീവിൻ്റെ പാറ്റേൺ, അതിൽ നമ്മുടെ എൽബോ വരെയുള്ള ലെങ്ത്തിൻ്റെ റൗണ്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ റിസ്റ്റ്, അതായത് കൈയുടെ ഏറ്റവും താഴെ വരെയുള്ളതിൻ്റെ റൗണ്ട് എടുക്കുക. അതിൻ്റെ നേർ പകുതിയാണ് നമ്മളിവിടെ സ്ലീവിൽ മാർക്ക് ചെയ്യുന്നത്. ഫുൾ സ്ലീവിന് ലെങ്ത്ത് ഞാൻ ഒരു 13 ഇഞ്ച് 14 ഇഞ്ച് ആ റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്യാദേഴ്സ് എത്ര വേണോ അത്രയും നമുക്കിവിടെ ഡിസ്റ്റൻസ് കൂട്ടാം. ഞാൻ കുറച്ച് ഗ്യാദേഴ്സേ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് 3.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ആ പോയിന്റിലോട്ട് നമ്മുടെ സ്ലീവ് ഇതേപോലെ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. മുഴുവൻ ട്രേസ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കുക. മുകളിലോട്ട് പഫ് സ്ലീവ് ആണെന്ന് പറഞ്ഞു, ഇത് ഫുൾ സ്ലീവ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്പ് ഹൈറ്റ് അങ്ങനെ ഒത്തിരി ഒന്നും കൊടുക്കുന്നില്ല. ക്യാപ്പ് ഹൈറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ 1 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റ് മുകളിലോട്ട് കൊടുക്കുന്നത്. ഹാഫ് സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പഫ് എടുക്കുമ്പോൾ 3 ഇഞ്ചൊക്കെ മുകളിലോട്ട് കൊടുക്കാം. അത് ഞാൻ ഫുൾ സ്ലീവ് വേണ്ട, ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ കർവ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴെ ഇലാസ്റ്റിക് വരുന്നുണ്ട്, അതിനായിട്ട് ഞാനൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയുള്ള ഫാബ്രിക് ഇതേപോലെ 2ആയിട്ട് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് താഴേന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ലൂപ്പ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒന്നുമില്ല, 4 ഇഞ്ചിൽ 2 വശത്തിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ഇടുന്നേ ഉള്ളൂ. അങ്ങനെ 2 സ്ലീവ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ആ ഒരു ലൂപ്പിൽ കൂടി ആയിരിക്കും നമ്മൾ ഇലാസ്റ്റിക് കയറ്റുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെക്കുക. അതിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ ഒരു നോച്ച് ഇടുക. എന്നിട്ട് ആ സെൻറ്ററിൽ നമ്മൾ പിന്നു കുത്തിക്കൊണ്ട് 2 വശത്തോട്ടും നമ്മൾ പ്ലീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പിന്നു കുത്തിയിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു വശത്തു നിന്നേ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ അതൊരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പ്ലീറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരിക. കാരണം നമ്മൾ സെൻറ്ററിൽ ഓൾറെഡി പിന്നു കുത്തിയത് കൊണ്ട് 2 വശത്തോട്ടും എക്സ്ട്രാ കിടക്കുന്ന ക്ലോത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ഇതേപോലെ പ്ലീറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ട് പ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡിയായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അല്ലാണ്ട് ഡയറക്റ്റ് ബോഡിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ.
സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ഞാൻ അറ്റാച്ച് ചെയ്തത്. അതായത് ലൈനിങ് ഇതേപോലെ മാറ്റിയിട്ടിട്ട് മെയിൻ ക്ലോത്തിലാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തത് കേട്ടോ. ബാക്കി ഇതേപോലെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമ്മൾ ആ മാറ്റിയിട്ട ലൈനിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിടക്കും. അതിനെ നമ്മുടെ മെയിൻ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തോട്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാനത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന്. അങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ഇട്ടത് 1/2 ഇഞ്ചിലായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ലൈനിന് പുറത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് ഇതേപോലെ ഉള്ളിലത്തെ തുണി നമ്മൾ പുറത്തോട്ട് വലിച്ച് എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗമൊക്കെ ഇരിക്കും. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുത്തിക്കൊള്ളാണ്ടൊക്കെ വരും. അപ്പം ഇതേപോലെ നമ്മൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്യണം. ഇനി കഴുത്താണ്. കഴുത്ത് ഞാനൊരു ക്രോസ് പീസ് വെച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ളൊരു ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 അറ്റത്ത് വരുമ്പോഴത്തേക്കും തുണി ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ചെറിയ നോച്ചസ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബാക്കി വരുന്ന തുണി ഉള്ളിലോട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ടോപ്പിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനാണ്. സ്കേർട്ട് ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ലെങ്ത് ടോട്ടലി 7 ഇഞ്ചാണ്. അപ്പം അതിൽ നമ്മൾ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് വിട്ടത്. പക്ഷെ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ വിടുന്നുള്ളൂ. 1/2 ഇഞ്ച് എക്സ്ട്രാ അവിടെ കിടന്നോട്ടെ എന്ന് വെച്ചു. അപ്പം 7 ഇഞ്ചാണെങ്കിൽ ടോട്ടൽ നമുക്ക് 6.5 ഇഞ്ച് യോക്കിനുണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് 6.5 ഇഞ്ച് കുറയ്ക്കുക. ബാക്കി വരുന്നതായിരിക്കും സ്കേർട്ടിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പും കൊടുക്കുക. അപ്പോൾ എനിക്ക് സ്കേർട്ടിന് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 21.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതേപോലെ ഗ്യാദേഴ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സ്കേർട്ടിൻ്റെയും 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് ഞാൻ നമ്മുടെ മെയിൻ സ്കേർട്ടിൽ നിന്ന് 1.5 ഇഞ്ചൊക്കെ കുറച്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിൻ്റെ സൈഡ് അടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് റൗണ്ട് എത്രയാണോ ആ ഒരു റൗണ്ടിൻ്റെ ഒരു 3 ഇരട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാദേഴ്സ് ഇടാനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു സ്കേർട്ടിന് താഴെ ഞാൻ പൈപ്പിങ്ങും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചുമ്മാ നമ്മുടെ ഒരു ജോർജറ്റ് ഫാബ്രിക് എടുത്ത് ചെറിയൊരു രീതിയിലൊന്ന് മടക്കി അടിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം കൈക്ക് ഞാൻ ഇലാസ്റ്റിക് കൊടുക്കുന്നത് ഒരു 5 ഇഞ്ച് നീളവേ ഞാൻ ഇലാസ്റ്റിക്കിന് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രയാണ് ഞാൻ കൈക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇലാസ്റ്റിക് അല്ലേ, നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതായത് റിസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കുറച്ച് നിങ്ങൾ ഇലാസ്റ്റിക് എടുത്താൽ മതി. നല്ല രീതിയിൽ വലിയുന്ന ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ കുറയ്ക്കുക. അതല്ല അത്യാവശ്യം ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് ഇലാസ്റ്റിക് ആണെങ്കിൽ 1 ഇഞ്ചൊക്കെ കുറച്ചാലും മതിയാവും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചിട്ട് ടോട്ടൽ ലെങ്ത് താഴത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റാണ്. അതായത് റൗണ്ട് റിസ്റ്റ് റൗണ്ട് 5 ആണ്. പിന്നെ 2 സൈഡും തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് 1 ഇഞ്ചിൽ. അപ്പോൾ പിന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ട് അവിടെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 3 ഇരട്ടിയിലാണ് ഞാൻ ഈ ഒരു ഗ്യാദേഴ്സ് ഇട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ റോസ് സിൽക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കാൽക്കുലേഷൻ ഒന്നും ചെയ്തില്ല. നമ്മുടെ ഫാബ്രിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് തന്നെ ഒരു 44 ഇഞ്ച് ഉണ്ടായിരുന്നു. അത്രയും തന്നെ ഞാൻ ഗ്യാദേഴ്സ് ഇടാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശം എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ടാണ് ലൈനിങ് ഇതേപോലെ കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ലൈനിങ് ഉള്ളിൽ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലിരിക്കും. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഇച്ചിരി ലേസ് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലവർ ഷേപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലതാണ്, നല്ല രീതിയിൽ സ്റ്റിക്ക് ആവുന്നുണ്ട്. ഇത് നമുക്ക് മുത്തുമൊക്കെ നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാം നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ഗൈസ്.